ഉമ്മി മാമു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചപ്പോ വീണ്. എന്നിട്ട് എന്താ പറ്റിയത്? മാമുവിന്റെ കാലിന്റെ മുട്ട് പൊട്ടിയുണ്ട്. അവിടുന്ന് വരുന്നുണ്ട്. പഠിക്കാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അറിയാതെ കളിക്കാൻ പോയേക്കണം. ഇങ്ങോട്ട് വരട്ടെ അവൻ. നീയല്ലേടാ അവനെ വിളിച്ചുകൊണ്ട് പോയത്? അവൻ പഠിക്കാതിരിക്കല്ലായിരുന്നു. അവിടുന്ന് വിളിച്ചുകൊണ്ടത് നീയല്ലേ? അവന്റെ കാലം അത്രയും പൊട്ടിയുള്ളൂ, നിന്റെ കാലം പൊട്ടിയില്ലേ? നിനക്കൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരാ നോക്കാനുള്ളത്? അയ്യോ ഉമ്മി, ഞാൻ വെറുതെ പോയതാ, ഞാൻ വിളിച്ചോണ്ട് പോയതല്ല. നീ വല്ലതും പഠിച്ചോടാ? ഇല്ല ഉമ്മി, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പഠിക്കാതെ നീ ഗ്രൗണ്ടിലോട്ട് പോയത്. അവിടെ കേൾപ്പോ. നീ എവിടെ പോയേക്കായിരുന്നടാ? ഞാൻ ഗ്രൗണ്ടിൽ കളി കാണാൻ പോയതാ ഉമ്മി. നിന്റെ കാലം എങ്ങനെ പൊട്ടിയേ? ഞാൻ ഗ്രൗണ്ടിൽ വെറുതെ ഒന്ന് ഇറങ്ങിയപ്പോ വീണതാ. നീ സ്കൂളിട്ട് വന്നിട്ട് എന്തിനു പഠിച്ചാടാ? സ്കൂളിട്ട് വന്ന് ചായ പോലും കുടിക്കാതെ ഗ്രൗണ്ടിൽ പോയി അവിടെ പോയി കളിച്ചുകൊണ്ട് കാല് പൊട്ടിച്ച് വന്നിട്ട് നിന്നെ കാലുണ്ടിട്ട് നോക്ക. മമ്മു, നിനക്ക് നല്ല വേദന ഉണ്ടോ? വേദന എന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കരുത്. നിന്റെ അനുസരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഗ്രൗണ്ടിൽ പോകണ്ടെന്ന് ഞാൻ മര്യാദക്ക് പറഞ്ഞതല്ലേ? മലയാളത്തിലല്ലേ നിന്നോട് പറഞ്ഞത് ഗ്രൗണ്ടിൽ പോകണ്ടെന്ന്? എന്നിട്ട് ആ ഗ്രൗണ്ടിൽ പോയി കാലും പൊട്ടിച്ചുകൊണ്ട് വന്നേക്കണം. വേഗം മേലേക്ക് കയറിയിരുന്ന് പഠിക്കാൻ നോക്ക്. രാത്രി ആവുമ്പോൾ കാലുവേദന എടുക്കണം മീന്നും പറഞ്ഞോണ്ട് എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കരുത്. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുട്ടം വടി എടുത്ത് അടിക്കും. എന്താ ഇവിടെ? ഇതെന്താ മമ്മുന്റെ കാലിന് എന്താ പറ്റിയത്? അതവൻ ഗ്രൗണ്ടിൽ കളിച്ച് വീണത്. കട വിരലിന് എന്താ പറ്റിയേ? ഇതെന്താ പറ്റിയത്? അത് ഞാൻ സൈറ്റിലേ ഒന്ന് തട്ടി വീണതാണ്. അയ്യോ, എനിക്കട കാല് പൊട്ടിയേ. അയ്യോ, എനിക്കട കാല് പൊട്ടി. ഇതെന്താ പറ്റിയത്? ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് എന്താ പറ്റിയെന്ന് പറയാൻ എത്ര നേരം എന്റെ കാലോട്ടിയപ്പോ വഴക്കുറയും ചെയ്തു, പാപ്പിന്റെ കാലോട്ടിയപ്പോ കരയും ചെയ്തു. അത് ശരിയാണ്. നീ ഒരു അക്ഷരം മിണ്ടരുത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഉമ്മി കാണിക്കുന്നത് ശരിയല്ലാട്ടോ. നീ മിണ്ടി പോയരുത്. ആ ശരിയാടാ, എന്റെ കാലോട്ടിയപ്പോ ഉമ്മി തല്ലാനും വന്ന്, പാപ്പയെ കാലോട്ടിയപ്പോ ഉമ്മി കിടന്ന് കരയാണ്.